വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സമഗ്ര പുനരധിവാസ പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് കെസിബിസി. പുനരധിവാസത്തിനായി 100 വീടുകൾ നിർമ്മിച്ചു നൽകും. സർക്കാർ ലഭ്യമാക്കുന്ന സ്ഥലത്തോ, സഭ സംഭാവന ചെയ്യുന്ന സ്ഥലത്തോ, വ്യക്തികൾ സ്വയം കണ്ടെത്തുന്ന സ്ഥലത്തോ ആണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. മറ്റ് ജില്ലകളിൽ താമസിക്കാൻ താൽപര്യപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും. സർക്കാരിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. പുനരധിവസിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ നൽകുക, കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക, പുനരധിവസിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വരുമാന ലഭ്യതയ്ക്കായി സംരംഭങ്ങൾ സജ്ജമാക്കുക, വിവിധങ്ങളായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗങ്ങളാക്കുക, വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് കൌൺസിലിംഗ് ടീം രൂപീകരിച്ച് തുടർച്ചയായുള്ള മാനസിക പിന്തുണ നൽകുക, ഒറ്റപ്പെട്ട വ്യക്തികൾക്കും കുട്ടികൾക്കും സുരക്ഷിത ഇടം കണ്ടെത്തി സംരക്ഷിക്കുക എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദുരന്തത്തിൽ വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 9,500 രൂപ വീതം അടിയന്തര സാമ്പത്തിക സഹായവും നൽകും. ദുരന്തത്തിൽ നഷ്ടമായതും ഒഴിപ്പിക്കപ്പെടുന്നതുമായ സ്ഥലത്തിന് യുക്തമായ നഷ്ടപരിഹാരം കുടുംബങ്ങൾക്ക് സർക്കാർ നൽകണമെന്നും മാനന്തവാടി പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന മെത്രാൻമാരുടെയും കാരിത്താസ് ഇന്ത്യ, CRS, വിവിധ രൂപതകളിലെ സാമൂഹ്യ സേവന വിഭാഗം ഡയറക്ടർമാർ തുടങ്ങിയവരുടെ യോഗം ആവശ്യപ്പെട്ടു. ഈ യോഗമാണ് പുനരധിവാസ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയത്. പുനരധിവാസ പദ്ധതികളുടെ നടത്തിപ്പിന് പ്രദേശത്തെ രൂപതാ നേതൃത്വം ഉൾക്കൊള്ളുന്ന സമിതികൾ സ്വീകരിക്കുമെന്നും യോഗ തീരുമാനങ്ങൾ അറിയിച്ച് കെസിബിസി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കെസിബിസി സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുംതല, ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ ബിഷപ്പ് ജോസ് പുളിക്കൽ, ആർച്ച് ബിഷപ്പ് ജോസഫ് പംബ്ലാനി, ബിഷപ്പ് ജോസ് പൊരുന്നേടം, ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയിൽ, ബിഷപ്പ് ജോസഫ് മാർ തോമസ്, ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, കെസിബിസി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി, കാരിത്താസ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ജോളി പുത്തൻപുരം, CRS ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ സെന്തിൽ കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു.